ഇതാണ് OnePlusന്റെ ഏറ്റവും പുതിയ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാബ്ലറ്റ് OnePlus Pad Go 2. നേരത്തെ ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ OnePlus Pad Go എന്ന പേരിൽ OnePlus പുറത്തിറക്കിയിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ 3 പേർക്കും വളരെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടാബ്ലറ്റ് ആയിരുന്നു OnePlusന്റെ OnePlus Pad 3. ഏകദേശം 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് പ്രോസറുമായിട്ട് വരുന്ന കിഡിലൻ ടാബ്ലറ്റ് ആയിരുന്നു OnePlus Pad 3. അതിന് 50,000 രൂപ വിലയുണ്ടായിരുന്നു. എന്നാൽ അത്രയും വിലയൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഒന്നും ടാബ്ലറ്റ് വാങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവർ ഈ Go എഡിഷൻ ടാബ്ലറ്റ് കൂടി ഇറക്കുന്നത്. കുറച്ചുകൂടി പ്രൈസ് കുറച്ചുകൊണ്ട് ഒരുവിധം നല്ല ടാബ്ലറ്റ് ഇറക്കുന്ന അവരുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് ഇത്തരത്തിൽ Go എഡിഷൻ. OnePlus Pad Go 2 എന്ന ഈ ഒരു ടാബ്ലറ്റിന്റെ ഓരോ വിശേഷങ്ങളായിട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് ടാബുണ്ട്, യൂസർ മാനുവൽ ഉണ്ട്, 45 വാട്ടിന്റെ ചാർജർ ഉണ്ട്, അതുപോലെ ചാർജിങ്ങിന് A to C റെഡ് കേബിൾ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ ബോക്സിനകത്ത്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. നല്ല പാക്കിംഗ്, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതേ ഇരിക്കുന്നു OnePlus Pad Go 2. ബാക്കിൽ ഒരു ക്യാമറയാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. ടാബ്ലറ്റുകൾക്കെല്ലാം പ്രധാനമായിട്ടും 90% ടാബ്ലറ്റുകൾക്ക് ഒറ്റ ക്യാമറയെ കൊടുക്കാറുള്ളൂ ബാക്കിൽ. കാരണം ഡോക്യുമെന്റ് സ്കാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്താൽ മതി. അതുപോലെ ഇവിടെ OnePlusന്റെ ലോഗോ കാണാം. ടാബിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ 2 വോളിയം റോക്കേസുകൾ ഇവിടെ സെപ്പറേറ്റ് ബട്ടൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടാണ് ഈ ഒരു പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. നോക്കി, സ്പീക്കർ ഗ്രില്ലുകൾ കണ്ടില്ലേ, മുകളിലും അതുപോലെ തന്നെ താഴെയും സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ പോഗോ പിൻ കൊടുത്തിട്ടില്ല. അതായത് നമുക്ക് ബ്ലൂടൂത്ത് വഴിയെ കീബോർഡ് ആക്സസറികൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആ പോഗോ പിൻ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം. 6.86 ഇഞ്ച് മാത്രമാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ തിക്നെസ്. അതുപോലെ 597 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. നമുക്ക് കൊണ്ടു നടക്കുന്നതിനൊന്നും ഓവർ വെയിറ്റ് ഒന്നുമില്ല. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12.1 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കി, ഇത്രയും ഒരു ബെസൽ ഈ ഒരു ടാബ്ലറ്റിനുണ്ട്. ഈ കാണുന്ന ബെസൽ ടാബ്ലറ്റുകൾക്കെല്ലാം സാധാരണമാണ്. ഇന്ന് ഫോണുകളൊക്കെ വളരെ ബെസൽലെസ് ആയിട്ടുള്ള സ്ക്രീനുമായിട്ട് വന്നെങ്കിലും ഇപ്പോഴും ടാബ്ലറ്റുകൾ ഇത്രയും ബെസലുകൾ കോമൺ ആണ്. കാരണം എനിക്ക് തോന്നുന്നു ടാബ്ലറ്റുകൾ നമുക്ക് എങ്ങനെയാലും ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യണം, വെയിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയും സൈസ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം നമ്മളുടെ ആ ഫിംഗറുകൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അത്രയും ഒരു ബെസൽ ടാബ്ലറ്റുകൾക്ക് കോമൺ ആയിട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്. എസ്പെഷ്യലി LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്. കാര്യം കണ്ണിനൊന്നും വലിയ സ്ട്രെയിൻ ഇല്ല. AMOLED ഡിസ്പ്ലേ പോലുള്ള സ്ട്രെയിൻ ഒന്നുമില്ല. അതുപോലെ ഈ പറയുന്ന റെഡ് ലൈനും ഗ്രീൻ ലൈനും ഒന്നും വരുമെന്നും അധികം പേടിക്കണ്ട. കാരണം ഈ AMOLED ഡിസ്പ്ലേ ആണ് ഈ പറയുന്ന ലൈൻ ഇഷ്യൂസ് ഒക്കെ പലപ്പോഴും കൊണ്ടുവരുന്നത്. ടാബ്ലറ്റുകളും അതുപോലെ ലാപ്ടോപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം കൂടുതലും LCD ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. 2.8K റെസൊല്യൂഷൻ ഈ ഒരു ഡിസ്പ്ലേക്ക് OnePlus നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. ഗെയിമിങ്ങിനൊക്കെ അതുകൊണ്ട് തന്നെ മികച്ച ഒരു റെസ്പോൺസ് ഈ ഒരു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേ നൽകും. മാത്രമല്ല 12 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം AMOLED അല്ല എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മനോഹരമാണ്. നല്ല ഒരു സ്പെസിഫിക്കേഷൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ വ്യൂയിങ് ആംഗിളൊക്കെ കണ്ടില്ലേ, ഇത് സത്യസന്ധമായിട്ട് പറയട്ടെ, ഇത് LCD ഡിസ്പ്ലേ ആണെങ്കിലും LCD ആണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയത്തില്ല. ഒരു AMOLED ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു LCD ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിൽ OnePlus നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 7300 Ultra എന്ന 5G പ്രോസറാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഹയർ വേരിയന്റിൽ, അതായത് ഒരു സ്പെഷ്യൽ ബ്ലാക്ക് കളർ എഡിഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് സിം ഇടാൻ സാധിക്കുന്നതാണ്. 5G എനേബിൾഡ് ആണ്. പക്ഷേ ഇത് ലോവർ വേരിയന്റ് ആണ്. ഈ കളർ വേരിയന്റിലൊന്നും ഈ പറയുന്ന സിം ഇടാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന്റെ ബ്ലാക്ക് കളർ വേരിയന്റ് ആയ ഹയർ വേരിയന്റിൽ മാത്രമേ സിം ഇടാൻ സാധിക്കൂ എന്നുള്ളത് ഓർക്കണം. അതും 5G എനേബിൾഡ് ആണ്. ഇത് വൈഫൈ ഓൺലി വേരിയന്റ് ആണ് നിങ്ങൾ ഈ പരിചയപ്പെടുത്തുന്നത്. 8GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജും മാക്സിമം നമുക്ക് ഇതിന് കിട്ടും. LPDDR5X ആണ് റാം ടൈപ്പ്. സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ആണ്. 1050 mAh ബാറ്ററി, അത്രയും ഒരു ഹ്യൂജ് ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റിൽ OnePlus നൽകിയിരിക്കുന്നത്. പക്ഷേ അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സാധാരണ ഇന്ന് വരുന്ന ഫോണുകളിൽ പോലും 7000 mAh വരുന്ന ഫോണിൽ പോലും 80, 100, 120 വാട്ടിന്റെ ചാർജറാണ് ഇപ്പോൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ 1050 mAh ചാർജ് ചെയ്യാൻ 33 വാട്ടിന്റെ ചാർജർ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും നല്ല സമയം എടുക്കും. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ സാധ്യമല്ല. പിന്നെ നമ്മൾ യൂസ് എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ ചാർജിന് ഇട്ടിട്ട് കിടക്കുന്നവർക്ക് ഈ 33 വാട്ട് ചാർജർ ഒരു പ്രശ്നമല്ല. പക്ഷെ അല്ലാത്തവർക്ക് പ്രശ്നമാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മിനിമം ഒരു 60 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റിന് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രൈസ് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ OnePlus അങ്ങനെ ചെയ്തത്. ക്യാമറ നമുക്കറിയാം, ഫോണുകളെ പോലെ ടാബ്ലറ്റിൽ ക്യാമറയ്ക്ക് വലിയ പ്രാധാന്യമില്ല. 8 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും അതുപോലെ 8 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയുമാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. ടാബ്ലറ്റിലെ ക്യാമറകൾ സാധാരണ ഉപയോഗിക്കുന്നത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റുകളൊക്കെ സ്കാൻ ചെയ്ത് ഫോട്ടോ എടുക്കുന്നതിനും സെൽഫി ക്യാമറ നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴും ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഈ 8 മെഗാപിക്സലിന്റെ 2 ക്യാമറകളും ഓക്കെയാണ്. ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് 4K
റെസൊല്യൂഷൻ വീഡിയോകളൊന്നുമില്ല. ഫുൾ HD 30 FPS വീഡിയോ സപ്പോർട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ സോഫ്റ്റ്വെയർ എടുത്ത് പറയേണ്ട ഒന്നാണ്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 16 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓക്സിജൻ OS 16 ലേറ്റസ്റ്റ് വെർഷനാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സാധാരണ ഇന്ന് വരുന്ന വില കുറഞ്ഞ ടാബ്ലറ്റിലൊക്കെ ഇപ്പോഴും ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ടാബ്ലറ്റുകളുണ്ട്. പക്ഷേ ഇവിടെ OnePlus അങ്ങനെ ചെയ്തില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. നമുക്കറിയാം ഓക്സിജൻ OS ഫോണുകൾ തന്നെ ഓക്സിജൻ OS ഒരു വലിയ സംഭവമാണ്. നമുക്ക് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് മാറും. മറ്റൊരു ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് അല്ലാതെ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒരേ സമയം നമുക്ക് ഇതുപോലെ ഇവിടെ ഓപ്പൺ ചെയ്ത് നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതുപോലെ ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് മൂന്നാമതൊരു ആപ്ലിക്കേഷനായിട്ടും ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് നമുക്ക് ഒരേ സമയം ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഉപയോഗിച്ച് ഇപ്പോൾ യൂട്യൂബ് കണ്ടുകൊണ്ട് നോട്ട് കുറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സാധ്യമാണ്. പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിലെല്ലാം AI കാലമാണ്. ഈ ഒരു ടാബ്ലറ്റും മാറി നിൽക്കുന്നില്ല. നിരവധി AI ഫീച്ചറുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. AI റൈറ്റർ, AI ട്രാൻസ്ലേറ്റ്, AI വോയിസ് സ്ക്രൈബ് തുടങ്ങി നിരവധി AI ഫീച്ചറുകൾ, ഈവൻ സർക്കിൾ ടു സെർച്ച് ഫീച്ചറുകളും എല്ലാം ഈ ഒരു ടാബ്ലറ്റിനകത്ത് OnePlus നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹോം ബട്ടന്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതുപോലെ നമ്മൾ ഒരു സർക്കിൾ വരച്ചാൽ ആ സ്ക്രീനിൽ എന്താണ് കാണുന്നതെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സർക്കിൾ ടു സെർച്ച് സംവിധാനമൊക്കെ ഫോണിൽ നമ്മൾ നേരത്തെ കണ്ടുള്ളതാണ്. അത്തരം ഫീച്ചർ എന്തായാലും ഈ ഒരു ടാബ്ലറ്റിലും OnePlus കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്വാഡ് സ്പീക്കർ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ OnePlus Pad 3യുടെ സ്പീക്കർ സത്യം പറഞ്ഞാൽ ഒരു സൂപ്പർ ക്വാളിറ്റി സ്പീക്കറുകളായിരുന്നു OnePlus Pad 3യിൽ കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ സൗണ്ട് അല്പം ട്രബിൾ കൂടി നിൽക്കുന്ന രീതിയിലാണ്. ബാസ് ഒരു അല്പം കുറവും ട്രബിൾ കൂടിയാണ് കാണും. വോളിയം നല്ല പോലെ ഉണ്ട്, പക്ഷേ അല്പം ട്രബിൾ മുന്നിൽ നിൽക്കുന്നു. ചില ന്യൂസൊക്കെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ന്യൂസ് ചാനലുകളിൽ നിന്ന് മലയാളം ന്യൂസൊക്കെ കേൾക്കുമ്പം ഈ വോക്കലുകളുണ്ടല്ലോ, ആ വോക്കലൊന്നും അത്ര ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. പാട്ട് കേൾക്കുമ്പോൾ വലിയ വിഷയമില്ല, എങ്കിലും കുറച്ചും കൂടി സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആക്കാമായിരുന്നു തോന്നി. നല്ല വോളിയം ഉണ്ട്, അത് എടുത്ത് പറയാം. അതുപോലെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്, പക്ഷേ ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടില്ല. പവർ ബട്ടണിൽ അങ്ങനെ ഒരു ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ കൊടുക്കാമായിരുന്നു തോന്നി. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റിനകത്ത് വൈഫൈ വെർഷൻ 6 ആണ് നൽകിയിരിക്കുന്നത്. ഷാഡോ ബ്ലാക്ക്, ലാവൻഡർ ഡ്രിഫ്റ്റ് എന്നീ 2 നിറങ്ങളാണ് ലഭ്യമാവുക. ഇതാണ് ലാവൻഡർ ഡ്രിഫ്റ്റ് എന്ന കളർ വേരിയന്റ്. ഷാഡോ ബ്ലാക്കിലാണ് നമുക്ക് 5G ഓപ്ഷൻ നൽകുന്നത്. അപ്പോൾ ഹയർ വേരിയന്റ് നോക്കി സെലക്ട് ചെയ്താൽ മാത്രമേ ഈ സിം കാർഡ് ഇടാൻ സാധിക്കുന്ന 5G ഉപയോഗിക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മിക്കട്ടെ. ഇത് ബേസ് വേരിയന്റ് വരുന്ന ഒരു കളർ വേരിയന്റ് ആണ്. ഇത് വൈഫൈ ഓൺലി ആണ്. ഇതാണ് ഈ ഒരു OnePlus Pad Go 2ന്റെ ഒരു ആക്സസറി ആയിട്ട് വരുന്ന ഫോളിയോ കേസ്. കണ്ടില്ലേ, ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോളിയോ കേസ് നമുക്ക് അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങാം. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്പെഷ്യൽ സ്റ്റൈലസ് കൂടിയുണ്ട്. ഓക്കെ, USB Type-C ചാർജിങ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സ്റ്റൈലോ പെന്നാണ്. അത് ഈ ഒരു പർട്ടിക്കുലർ ടാബ്ലറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈലസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ എഴുതാനൊക്കെ സാധിക്കും. അടിപൊളിയായിട്ട് എഴുതാം. അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബട്ടൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനും അങ്ങനെ പല പല ജസ്റ്റേഴ്സ് ഈ ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു സ്റ്റൈലസ് പെന്നിന്റെ വില എന്ന് പറയുന്നത് ഇതും ഒരു അഡീഷണൽ ആക്സസറിയാണ്. ഇതിന്റെ വില മാത്രം 4999 രൂപയാണ്. എന്നാൽ ലിമിറ്റഡ് ടൈം പീരീഡ് ഓഫറിൽ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങുന്നവർക്ക് ഈ ഒരു പെൻ കൂടി OnePlus ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഈ ടാബ്ലറ്റിന്റെ പ്രൈസിംഗിലേക്ക് വരാം. 8GB RAM 128GB ഇന്റൽ സ്റ്റോറേജ് ആണ് ബേസ് വേരിയന്റ്. ഇതിന്റെ വില ഇപ്പോൾ നിലവിൽ ഓഫറിൽ 23,999 രൂപയ്ക്ക് ലഭിക്കും. ആ പ്രൈസിൽ നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വീക്സ് കാലഘട്ടം കൊണ്ടാണ്, അതായത് 13-14 ദിവസത്തെ സമയത്തിനുള്ളിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു 14 ദിവസത്തിനുള്ളിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം തൊട്ടാണ് നിങ്ങൾ കാണുന്ന ദിവസം അതനുസരിച്ച് കുറയും. എനിവേ, അപ്പോൾ ആ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് 23,999 രൂപ കൊടുത്ത് ബേസ് വേരിയന്റ് മേടിച്ചാൽ പോലും 4,999 രൂപയുടെ ഈ ഒരു സ്റ്റൈലസ് പെൻ ഈ ലിമിറ്റഡ് ടൈമിൽ ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിന്റെ വില. ബേസ് വേരിയന്റ് വില 23,999 രൂപ. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി? വീഡിയോ താഴെ കമന്റ് രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.